ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. തിരുപ്പതി ലഡു കോൺട്രവേഴ്സി. തിരുപ്പതി ശ്രീ വെങ്കടേശ സ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പതി ക്ഷേത്രം എന്നത്. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം, തിരുമല ക്ഷേത്രം, തിരുപ്പതി ക്ഷേത്രം, തിരുപ്പതി ബാലാജി ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. തിരുമലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുമലയിലെ 7 കുന്നുകൾ, ആ 7 കുന്നുകളിലെ 7ാമത്തെ കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 7 കുന്നുകളുടെ ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന്. അതോടൊപ്പം അനേകം ഭക്തർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന, വർഷാവർഷം ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന, ദിവസം ആയിരക്കണക്കിനേറെ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം എന്ന പ്രത്യേകതയുമുണ്ട്. ഇവിടുത്തെ ലഡു എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആണ്. ആ ലഡുവിനെ ചുറ്റിയുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിനെ പിടിച്ചു കുലുക്കിയതെന്ന് പറയാം. കഴിഞ്ഞ ബുധനാഴ്ച, അതായത് സെപ്റ്റംബർ 18-ാം തീയതി, ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തലസ്ഥാനമായ അമരാവതിയിൽ നടന്ന NDA യോഗത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണമാണ് പിന്നീട് രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയത്. അതായത് തിരുപ്പതി ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പിൻ്റെ അംശമുണ്ടെന്നും അതാണ് നെയ്ക്ക് പകരം ഉപയോഗിച്ചതെന്നും, അതായത് മൃഗക്കൊഴുപ്പ്, പന്നിക്കൊഴുപ്പ്, അതായത് ബീഫ്, പന്നി എന്നിവയുടെ അതിൻ്റെ അംശങ്ങൾ നെയ്ക്ക് പകരം ഉപയോഗിച്ചെന്നുമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇത് ജഗൻമോഹൻ റെഡ്ഡിയുടെ അറിവോട് കൂടിയാണ്, അതായത് മുൻ മുഖ്യമന്ത്രി YSR കോൺഗ്രസിൻ്റെ ജഗൻമോഹൻ റെഡ്ഡിയുടെ അറിവോട് കൂടിയാണ് ഇത് നടന്നതെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. ഇതാണ് പിന്നീട് വലിയ വിഷയമായതും വലിയ കോൺട്രവേഴ്സി ആയതും. ലഡുവിൽ, അതായത് വളരെ പുണ്യമായി കരുതുന്ന ആ ക്ഷേത്രത്തിൽ വളരെ പുണ്യം നോൺ വെജ് കയറ്റുന്നു, അതോടൊപ്പം നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പ്, പന്നിക്കൊഴുപ്പ് തുടങ്ങിയവ വയ്ക്കുന്നു, കൂടുതൽ കലർത്തി ചേർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് വിശ്വാസികളെ തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോക്കിംഗ് ആയൊരു ന്യൂസായിരുന്നു. അതാണിപ്പോൾ ആന്ധ്രാപ്രദേശിൽ വളരെ ചർച്ചയായിക്കൊണ്ട് ഇന്ത്യയെ തന്നെ വളരെ കോൺട്രവേഴ്സി ആയിട്ടൊരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണെന്ന് പറയാം. അത്രയേറെ കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ ഇതിനെ പറ്റി ഉണ്ടായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തെ തന്നെ ഇത് പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. 2 പാർട്ടികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. YSR കോൺഗ്രസും അതോടൊപ്പം ഇപ്പോൾ ഭരിക്കുന്ന ചന്ദ്രബാബു നായിഡു, ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തെലുങ്കുദേശം പാർട്ടിയും മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായ YSR കോൺഗ്രസും തമ്മിൽ. അപ്പോൾ ഇതിനെതിരെ ദൈവത്തെ രാഷ്ട്രീയമാക്കുകയാണെന്നും പറഞ്ഞ് YSR കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജഗൻമോഹൻ റെഡ്ഡി ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞത് ചന്ദ്രബാബു നായിഡിൻ്റെ 100 ദിവസത്തെ ഭരണത്തിൽ ജനങ്ങൾ രോഷാകുലരാണ്. ആ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് ചുമ്മാ ആരോപിക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ ഒരു ചുമ്മാതെ ആരോപിക്കുന്നതാണ്, ഇതിൽ സത്യാവസ്ഥയൊന്നുമില്ലെന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത്. എന്നിരുന്നാലും ലാബ് റിപ്പോർട്ടുകളൊക്കെ ചന്ദ്രബാബു നായിഡു പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഗുജറാത്തിലെ ഒരു ലാബിൽ ഇതിനെ ടെസ്റ്റ് ചെയ്യുകയും അപ്പോൾ അതിൽ നിന്നുമാണ് ഈ മൃഗക്കൊഴുപ്പുകളുടെ അംശമൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ ആ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെ ആകെ മൊത്തത്തിൽ തിരുപ്പതി എന്നത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് രാജ്യത്തുടനീളം എന്ന് പറയാം. ഈ ലഡുവിലെ ഈ മൃഗക്കൊഴുപ്പുകളുടെ സാന്നിധ്യം നെയ്ക്ക് പകരം കണ്ടെത്തിയത് ഇതേ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്, ചന്ദ്രബാബു നായിഡു. തിരുപ്പതി ക്ഷേത്രത്തിനെക്കുറിച്ച് നോക്കുമ്പോൾ CE 300 കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കരുതുന്നത്. അതായത് തൊണ്ടിമാൻ രാജാവിൻ്റെ അദ്ദേഹമാണ് ഈ ക്ഷേത്രം പണിതതെന്നാണ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഈ ക്ഷേത്രം പണിതതെന്നാണ് പറയുന്നത്. പിന്നീട് വർഷങ്ങളോളം ഇത് വിജയ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. അതായത് 1656 വരെ വിജയ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. പിന്നീട് 1801 വരെ കർണാടക നവാബിൻ്റെ കീഴിലായി. പിന്നീട് ഇത് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലായി. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന 1947 1956 നവംബറിലാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കുന്നത്. പിന്നീട് ഇത് ആന്ധ്രാപ്രദേശിൻ്റെ കീഴിലായി, ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ കീഴിലാണിത്. അവിടെ TTD, അതായത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം, അവരാണിത് നോക്കി നടത്തുന്നത്. ഇതെന്ന് പറയുന്ന TTD എന്ന് പറയുന്നത് ആന്ധ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ TTDയുടെ തലവനെ തീരുമാനിക്കുന്നതും ആന്ധ്രാപ്രദേശ് സർക്കാർ തന്നെയാണ് ഈ തലവനെ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതുമൊക്കെ. 7 കുന്നുകളിലെ 7ാമത്തെ കുന്നിലാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. നഗരമല്ല, ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 7 കുന്നുകളുടെ ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2799 അടിയാണ്
ഷാഡിയിൽ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഡെയിലി തന്നെ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, പ്രശസ്തമായൊരു തീർത്ഥാടന കേന്ദ്രമാണ് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം എന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിക്കുകയും ഇത് വൻ കാട്ടുതീ പോലെ പടരുകയും ചെയ്തിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തുവെന്നാണ് ചന്ദ്രബാബു നായിഡു ആരോപിക്കുന്നതും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടതും. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.